Welcome to Satc Online Tuition class 11 Maths chapter 5 Complex numbers and quadratic equations. ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 1-ലെ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളതാണ്. Let us see an example. x² minus 2x plus 2 is equal to 0. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പണ്ട് ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് സോൾവ് ചെയ്യാനായിട്ട് x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. ഓക്കെ, ഇത് പണ്ട് നമ്മൾ 10ൽ പഠിച്ചിട്ടുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എയുടെ പ്ലേസിൽ 1 ആണ്, ബിയുടെ പ്ലേസിൽ -2 ആണ്, സിയുടെ പ്ലേസിൽ 2 ആണ്. Clear? This is equal to a and this one is equal to b. This is equal to c. If you put this value here, you will get x is equal to minus b. What is b? -2. So minus of -2 plus or minus root of b square minus 4. What is b? -2. -2 into square 4. b square നമ്മുടെ 4 ആണ്, മൈനസ് എ സി. എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, സി എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 into 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ac. അപ്പോൾ 4 into എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, സോറി, ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പോൾ 2 into 1. ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും ക്യാൻസൽ ചെയ്തുകൊണ്ട് ദിസ് ഇസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 4 into 2 it is 8 divided by 2a. So a is equal to 1, 2 into 1, 2. ഇവിടെ ഈ b സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഡിസ്ക്രിമിനന്റ് d എന്നാണ് പറയുന്നത്. അതിൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഇല്ല എന്നാണ് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കും, 4ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -4 ആണ്. സോ ദിസ് ഇക്വേഷൻ ബിക്കം 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -4 ക്ലിയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ -4 റൂട്ടില്ലാത്തതുകൊണ്ട് സാറേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് വിളിച്ച് നിർത്തുകയാണ്, നോ സൊല്യൂഷനിലായിരുന്നു. അങ്ങനെയാണ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതിന് -4നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. എങ്ങനെയാണ് നോക്കാം. റൂട്ട് -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 into -1. ക്ലിയർ? -4നെ എങ്ങനെ എഴുതാം? 4 into -1. ദിസ് ബിക്കം √4 into √-1. ക്ലിയർ? Now we know that what is √4. √4 എത്രയാണ് നമുക്കറിയാം. It is equal to 2. Okay? But we don't know what is the value of √-1. We put, instead of √-1, we put a value known as I. Clear? An imaginary value I, it is known as iota. Clear? Okay? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, -4 റൂട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ -4നെ നമ്മൾ 4 into -1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് അതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ്, √4 into √-. ഈ √4ൻ്റെ വാല്യൂ 2ഉം √-1ൻ്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം? I എന്ന് കൊടുക്കണം. I ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതിന് നമ്മൾ വിളിക്കുന്ന ഫുൾ നെയിം എന്താണ്? അതിൻ്റെ അയോട്ട. ക്ലിയർ? ലൈക്ക് ദിസ്. കണ്ടോ? ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? 2 വെട്ടിപ്പോവും. സോ ദിസ് ഇസ് 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് √-4. സൊല്യൂഷൻ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇപ്പോൾ I എന്താണെന്ന് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ √-4നെ എങ്ങനെ എഴുതാം? √4 into √-. സോ ദിസ് ബിക്കം ഈക്വൽ ടു 2i. ക്ലിയർ? ഓക്കെ, യെസ്. ദിസ് ഈസ് 2 √-1. ഇൻസ്റ്റെഡ് ഓഫ് √-1 യു ക്യാൻ പുട്ട് I. Similarly, in case of √-36 ആണെങ്കിൽ എന്ത് ചെയ്യും? √36 into √-1. That is 6 into √-1. Clear? So you can write this as 6i.
ഡയറക്റ്റ് ഷോർട്ട് ആക്കി നമുക്ക് എന്ത് എഴുതാം 6i. ക്ലിയർ? ഓക്കെ. Thus, the square root of any negative number can always be expressed in terms of root negative. ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് നമുക്ക് റൂട്ട് നെഗറ്റീവ് വണ്ണിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. It is known as imaginary unit and is usually denoted by I. ഈ യൂണിറ്റിനെ, ഈ റൂട്ട് നെഗറ്റീവ് വണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമാജിനറി യൂണിറ്റ്. ക്ലിയർ? It is denoted by I, means iota. Clear or not? Okay. The symbol I for root negative 1 was first introduced by Euler. Gauss Hamilton made a great contribution to the development of the theory of complex numbers. Remember, negative numbers do not have square roots. Negative number നമുക്ക് square root ഇല്ല. In the system of real numbers, certain equations do not have solution. നമുക്ക് certain equationsന് solutions ഇല്ല. A new kind of number called imaginary was invented so that negative numbers will have square roots and certain equations will have solutions. ഈ സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നമ്പറാണ് റൂട്ട് നെഗറ്റീവ് 1. It is known as I. Clear? These numbers were devised starting with an imaginary unit named I, with the agreement that I is equal to root negative 1. So this is very important. I is equal to root negative. What about I square? Root negative 1 into square. ഒരു റൂട്ടുള്ള സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റൂട്ടിനകത്ത് എടുക്കുന്ന സംഖ്യ തന്നെയായിട്ടാണ് വരിക. ഫോർ എക്സാമ്പിൾ √3 സ്ക്വയർ എന്ന് പറയാൻ അർത്ഥം √3 ഇൻറ്റു √3 എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം √3 ഇൻറ്റു 3 എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് √9 ആണ്. √9 എത്രയാണ് ആൻസർ? 3 അല്ലേ? അപ്പോൾ √3യുടെ സ്ക്വയറിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ അകത്ത് കിടക്കുന്ന ആൻസർ തന്നെ 3. സിമിലാർലി റൂട്ട് നെഗറ്റീവ് 1ൻ്റെ സ്ക്വയറിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതിനകത്ത് കിടക്കുന്ന നെഗറ്റീവ് 1 തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് I is equal to root negative 1, I square is equal to negative 1. Clear? All other imaginary numbers can be expressed as a product of I and real numbers. വേറെ ഏതൊരു ഇമാജിനറി നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഐയുടെ പ്രൊഡക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. Clear? Please note these 2 points. A number of the form a plus ib, where a and b are real numbers, is defined to be a complex number. അപ്പോൾ ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പറിലേക്ക് വരാം. എന്താണ് കോംപ്ലക്സ് നമ്പർ? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 + i × 3. 2 + i 3. Okay? What is I? Root negative 1. This is equal to what? Root negative 1. So actually this number is equal to 2 + root negative 3. ഇതാണ്, ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. കിട്ടിയോ? അപ്പോൾ ആദ്യം നമുക്ക് ആ നമ്പർ ഒന്ന് എഴുതി വെക്കാം. 2 + root negative 3. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 + root negative 1 × 3. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 2 + root negative 1 വരാം I 3. Clear? So this is denoted by the letter Z. Sometimes it is used W. Rarely used W. But Z. Z is equal to 2 + I √3. This is known as complex number. Clear? Complex number is denoted by Z. Clear? 2 + I 3. Here 2 is known as A. In general it is A. Here. Look at here. No. And this 3 is known as B. Clear? Okay. Similarly, വേറെ എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? 2 + I 3. അടുത്തത് -1 + I √3. 4 + I × -1/11. ഇവിടെ ഐയുടെ കൂടെ കിടക്കുന്നതാണ് B. Clear? For the complex number Z is equal to A + IB, A is called the real part. ഇവിടെ എയിനെ ഈ ഫസ്റ്റ് ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട്. ക്ലിയർ? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് റിയൽ ഇസെറ്റ്, REZ. ഇവിടുത്തെ REZ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എക്സാമ്പിളിലെ REZ എന്ന് പറഞ്ഞാൽ that is 2. Here 2. Okay.
This is RZ. Similarly, B is called the imaginary part. Imaginary part and B is denoted by IMZ. Clear? Here IMZ is equal to 3. Clear? അപ്പോൾ ഇവിടെ വേറെ എക്സാമ്പിൾ തന്നെ 2 + i5. ഈ 2 + i5 റിയൽ പാർട്ട് എന്താണ് 2, ഇമാജിനറി പാർട്ട് 5. It's clear? Okay. So A എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, B എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. ക്ലിയർ? ഇനി നമുക്കിതിൻ്റെ പവറുകൾ നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. I² എന്ന് പറഞ്ഞാൽ എത്രയാണ്? നെഗറ്റീവ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഹയർ പവർ നോക്കാം നമുക്ക്. I⁻0. ഏതൊരു സംഖ്യയുടെ മീതെ 0 വന്നാൽ ഉത്തരം 1 ആണ്. സോ I⁻0 = 1. ക്ലിയർ? ദെൻ I⁻1. ഏതൊരു സംഖ്യയുടെ മീതെയും 1 വന്നാൽ ഉത്തരം അത് തന്നെയാണ്. അപ്പോൾ I⁻1 എന്ന് പറയുന്നത് എന്താണ്? I തന്നെ. ക്ലിയർ? ഓക്കെ. അടുത്തത് I² ആണ്. നമ്മൾ നേരത്തെ കണ്ടാണ് √-1 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 തന്നെ. ക്ലിയർ? യെസ്. അടുത്തത് I³ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു I² ഇൻറ്റു I. രണ്ട് ഐയും പിന്നെ ഒരു ഐയും കൂടി ഗുണിക്കുന്നതാണ് I³ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ മുകളിലുള്ള പവർ കൂട്ടുകയാണ്. ദിസ് ഈസ് I⁻1. ഈ രണ്ടും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ 3 കണ്ട. 3നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കണ്ടോ? അപ്പോൾ I² നമുക്കറിയാം -1 ഇൻറ്റു I. ദാറ്റ് ഈസ് ഈക്വൽ ടു -I. ക്ലിയർ? ദിസ് ഈസ് ആൻസർ -I. ഇനി I⁻4. I⁻4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? I² സ്ക്വയർ. 2 × 2 4. സോ I² നമുക്കറിയാം -1 സ്ക്വയർ. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട, -1 മീതെ ഒരു ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ് ആണ്. നേരെ മറിച്ച് ഒരു ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം -1 ആയിരിക്കും. ക്ലിയർ? ഇനി അടുത്ത I⁻5 ആണ്. I⁻5നെ നമുക്ക് I⁻4 ഇൻറ്റു I എന്ന് എഴുതാം. I⁻4 നമ്മൾ നേരത്തെ കണ്ടതാണ്. 1 ഇൻറ്റു I = 3 I. ക്ലിയർ? ഓക്കെ. അതുപോലെ I⁻6 നമ്മൾ 4ഉം 2ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. I⁻4 എന്ന് പറഞ്ഞാൽ 1, I² എന്ന് പറഞ്ഞാൽ -1, രണ്ടുകൂടി നോക്കുമ്പോൾ -1. അടുത്തത് I⁻7 എന്ന് പറയുമ്പോൾ I⁻4ഉം 3 ആയിട്ട് എഴുതി. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -I. സോ രണ്ടും ഗുണിക്കുമ്പോൾ -I. അതുപോലെ I⁻8 എഴുതിയിട്ടുണ്ട്. I⁻4 ന്റെ സ്ക്വയർ ആണ് I⁻8 എന്ന് പറയുന്നത്. I⁻4 1 ആണ്. 1 ന്റെ സ്ക്വയർ 1. I⁻9 എന്ന് പറഞ്ഞാൽ I⁻8 ഇൻറ്റു I. I⁻8 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടി 1 ആണ്. 1 ഇൻറ്റു I, ദാറ്റ് ഈസ് I. സോ I⁻10 = I⁻8 ഇൻറ്റു I². അപ്പോൾ I⁻8 1 ആണ്. I² -1 ആണ്. ഉത്തരം -. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 0 വന്നപ്പോൾ ഉത്തരം എത്രയാണ്? 1. 1 വന്നപ്പോൾ ഉത്തരം I. 2 വന്നപ്പോൾ ഉത്തരം, ഇപ്പോൾ 1 കഴിഞ്ഞു I കഴിഞ്ഞു -1. 3 വന്നപ്പോൾ ഉത്തരം എന്താണ്? -I. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1I -1I. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇതിങ്ങനെ ആയിരിക്കണം 0 1 2 3. സപ്പോസ് someone ask what is I². അപ്പോൾ നിങ്ങളിങ്ങനെ എണ്ണി നോക്കുക. 0 1 2 -1. Clear? What is I⁻3? Last one, -I. Okay. What is I⁻5? എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? I⁻4 ഇൻറ്റു I = 1. കണ്ടോ? I⁻1 നമുക്കറിയാം. What is I⁻1? I തന്നെയാണ്. So this is equal to I. Clear? Then I⁻4 എങ്ങനെ കാണും? ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ? I² ഹോൾ സ്ക്വയർ. What is I²? I² is 2 കണ്ടോ? -1. So -1 ന്റെ സ്ക്വയർ = എന്താണ്? I² is equal to -1. Sorry. But this is -1 into I. ഇങ്ങനെ ഏത് സംഖ്യ ചോദിച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വേറെ എക്സാമ്പിൾ നോക്കാം. സപ്പോസ് I⁻18 ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. I⁻9
റേസ് ടു 2 അങ്ങനെ ആക്കാം. ഇനി I raised to 9 നമുക്കറിയില്ല എത്രയാണ്. അപ്പോൾ അതിനെ നമുക്ക് I raised to 2 square into the 4i. This is I raised to 9. I raised to 2 square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 2 4 into i. So what is I square? We know the I square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is 0 1 2 3. I square എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. So -1. -1 ന്റെ സ്ക്വയർ into i. What is -1 into square? Sorry, I square is equal to -1. അതെ, -1 into square എന്ന് പറയുമ്പോൾ -1 into -1 1 is equal to into i ഇങ്ങനെ കിട്ടും. So I raised to 9 എന്ന് പറഞ്ഞാൽ i ആണ്. Clear? So this become I whole square. So what is I whole square? I square again I square ഈ രണ്ടിന്റെ വാല്യൂ നോക്കാം. That is equal to -1. Clear? I square is equal to -. അങ്ങനെ എത്ര ചോദിച്ചാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കാം. I raised to 7 അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെയാണ്? I raised to സ്ക്വയർ എന്താണ് അങ്ങനെ പറ്റില്ല. I raised to 4 into I raised to 3. ഇത് രണ്ടും കൂട്ടിയാൽ 7 കിട്ടും. ഇനി I raised to 4 നമുക്ക് I സ്ക്വയർ ഹോൾ സ്ക്വയർ അങ്ങനെ ആക്കാം. I raised to 3 നമ്മൾ ആക്കേണ്ട കാര്യമില്ല. നമ്മോട് തന്നെ നോക്കാം. 0 1 2 3 3 വരുമ്പോൾ ഉത്തരം -i ആണ്. So this answer is -i. Clear? And I square ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I square ന്റെ ഉത്തരം നോക്കാം. സ്ക്വയർ 2 വരുമ്പോൾ ഉത്തരം -1. So this is equal to -1 whole square into -i. Okay? So this become 1 into -i is equal to -i. Okay? You can check here. Okay? ഇങ്ങനെയാണ് നമ്മളത് കാണുന്നത്. പിന്നീട് നമ്മുടെ എക്സസൈസ് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദിസ് വാല്യൂ 0 1 2 3. അപ്പോൾ അത് എങ്ങനെയാണ് ഓർഡറിൽ വരാം? 0 വരുമ്പോൾ അത് I raised to 0 എന്ന് പറഞ്ഞാൽ 1, I raised to 1 എന്ന് പറഞ്ഞാൽ I raised to സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, then -i 1 i -1 -i. ഇനി നമുക്കൊരു ഇക്വേഷൻസ് പഠിക്കാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. If n is even, let n is equal to 2k, then I raised to n is equal to I raised to 2 into k minus 1 raised to k, that is -1 raised to n by 2. Example നമുക്ക് നോക്കാം. For example, I raised to 6 കാണുന്നത് എനിക്ക് സപ്പോസ്. അപ്പോൾ n is even ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ n is equal to 2k എന്നെടുക്കണം. That is 6 is equal to 2k. Clear? ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ I raised to 2k എന്നാക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു I raised to 2 whole raised to k. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I raised to 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 വരുമ്പോൾ 0 1 2 എന്ന് പറഞ്ഞാൽ -1. സോ -1 whole raised to k. ഇനി നമുക്ക് ഈ kയുടെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. വാട്ട് ഈസ് k? 6 is equal to 2k നിങ്ങൾ എടുത്തല്ലോ. ഇതിന് k കണ്ടുപിടിക്കാം. k സമം എന്തായിരിക്കും? ഈ 2 ഇപ്പുറത്തേക്ക് എടുത്താൽ 6/2, that is equal to 3. So you can put here 3, that is -1 whole raised to 3. -1ന്റെ മീതെ ഒരു ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം എന്താണ്? -1 തന്നെ. കണ്ടോ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ തന്നിരിക്കുന്ന എത്രയാണ്? ഇപ്പോൾ 6 ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് ഈക്വൽ ടു 2k എന്ന് എഴുതുക. അതിന് k കണ്ടുപിടിക്കുക. അതായത് 6ന്റെ പകുതി എടുക്കുക. k സമം എന്തായിരിക്കും? 3 ആയിരിക്കും. അതവിടെ ഇല്ല. നമ്മൾ ഈവൻ നമ്പർ ആണെങ്കിൽ I സ്ക്വയർ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. I സ്ക്വയർ ഹോൾ റേസ് ടു k. ദെൻ kയുടെ വില എത്രയാണ്? kയുടെ വില ഈ തന്നിരിക്കുന്ന ഈവൻ നമ്പറിന്റെ പകുതി, ദാറ്റ് ഈസ് 3. ക്ലിയർ? ദെൻ I സ്ക്വയർ എത്രയാണ്? -1. അനദർ എക്സാമ്പിൾ. സപ്പോസ് നേരത്തെ നമ്മൾ ചെയ്തൊരു പ്രോബ്ലം I raised to 18. അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? 18 എന്ന് പറയുന്നത് ഒരു എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? I സ്ക്വയർ raised to k. What is k?
ഈ 8ൻ്റെ പകുതി കണ്ട n/2 that is I square whole raised to 9 കണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. I square എന്ന് പറഞ്ഞാൽ എന്താണ് -1 സോ -1 whole raised to 9 -1ൻ്റെ മീതെ ഒരു ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ ഉത്തരം -1 തന്നെ. ക്ലിയർ? അപ്പോൾ അത് കിട്ടും. ഇനി if n is odd let n is equal to 2k plus 1 അങ്ങനെ എടുക്കണം. then I raised to n എന്ന് പറയുന്നത് നമ്മൾ എഴുതേണ്ടത് I raised to 2k plus 1 എന്ന് എഴുതണം. it is equal to I into I raised to 2 raised to k that is I into -1 raised to k that is I into -1 raised to n minus 1/2 വല്ല മനസ്സിലായ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലേ? സിമ്പിളായിട്ട് പറയാം. നോക്കൂ, സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I raised to 9 ആണെന്ന് വിചാരിക്കുക. 9 ഈസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. എന്താണ്? 9 is equal to 2k plus 1. Clear? Then what is 2k? 2k is equal to നമുക്ക് ഈ പ്ലസ് 1നെ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം 9 minus 1 that is 8. then k സമം is equal to 8/2 that is equal to 4. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ എന്നിൻ്റെ അടുത്തേക്ക് ഈ 1 കൊണ്ടുവന്നു that is n minus 1. ഓക്കെ, എന്നിട്ട് k അവിടെ നിർത്തി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു that is n minus 1/2. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം I raised to 2 ഇപ്പോൾ എന്നിൻ്റെ സ്ഥലത്ത് 2k plus 1 ആണല്ലോ. I raised to n കാണാൻ പറഞ്ഞു, എന്നിൻ്റെ സ്ഥലത്ത് 2k plus 1 ആണ്. അതായത് 2k plus 1 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ I raised to 2k plus എന്നുള്ളത് I raised to 2k into I raised to 2k into I raised to 1. അതാണ് ഈ 2k plus 1 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി I raised to 2kനെ നമുക്ക് എങ്ങനെ എഴുതാം? I raised to 2 raised to k ഉണ്ടോ? അതായത് 2 k കൊണ്ട് ഗുണിക്കുന്നതാണ് 2k ഇൻറ്റു ഇതാണ് I. ഇനി I raised to എന്ന് പറഞ്ഞാൽ that is -1 whole raised to k ഇൻറ്റു I. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇതാണ് I ഇൻറ്റു -1 whole raised to k. ഇവിടെ നിങ്ങളോ -1 raised to k. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത്. ഈവൺ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമുല ഓർക്കുക, -1 whole raised to k. ഓഡ് നമ്പർ ആണെങ്കിൽ -1 whole raised to k അവിടെ ഉണ്ട്, കൂടാതെ ഒരു I കൂടി ഉണ്ട്. ഓക്കെ, ഇനി കെയുടെ വില കണ്ടുപിടിക്കണം. ഈവൺ നമ്പർ ആണെങ്കിൽ 2k, തന്നിരിക്കുന്ന നമ്പറിൻ്റെ പകുതി എടുക്കുക n/2. ഓഡ് നമ്പർ ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ക്ലിയർ? അപ്പോൾ ഇനി വേറെ എക്സാമ്പിൾ ചേർക്കാം. I raised to 90. ഈ 90 എന്നുള്ളത് ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഒന്ന് കുറച്ച് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചെങ്കിൽ 18, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 9 നമ്മുടെ k. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിക്കൽ ടു I raised to I into -1 whole raised to 9 ഈക്വൽ ടു I into -1 മീതെ നമ്മൾ ഒറ്റ സംഖ്യ വന്നു കഴിഞ്ഞുകൊണ്ട് അതാണ് -1 ഉണ്ടാക്കുക. സോ ദിസ് ഈക്വൽ ടു -1. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, സോ യു ക്യാൻ യൂസ് ദീസ് ടു ഫോർമുല. ഓക്കെ, so please remember these two one. Here -1 raised to n/2. Here I into -1 raised to n minus 1/2. ഇനി നമുക്ക് എന്താണ് കോംപ്ലക്സ് നമ്പർ ഡെഫിനേഷനിലേക്ക് പോയി. A number of the form a plus ib where a and b are real numbers and I is equal to √1 is called a complex number. Clear? അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കോംപ്ലക്സ് നമ്പർ z is equal to 2 plus √4 is equal to 2 plus √4 into √1 is equal to 2 plus √4 എന്ന് പറഞ്ഞാൽ 2 into -√1 നമ്മൾ I എഴുതി. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആൾസോ 2 plus I2. ഓക്കെ, I ആദ്യം എഴുതണം, അത്രേ ഉള്ളൂ. ഇതാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൽ ഒരു റിയൽ പാർട്ട് ഉണ്ട് ആദ്യത്തേത്, പിന്നെ അതാണ് ഇമാജിനറി പാർട്ട് ഉണ്ട്. ഓക്കെ, ദ കോംപ്ലക്സ് നമ്പർ a plus b usually denoted by the letter z. The set of complex numbers is denoted by c. Is it clear? Okay. If z is equal to a plus ib is a complex number, then a is called the real part of z. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. And we write the real part of z is equal to a. b is called the imaginary part of z, and we write the imaginary part of z is equal to b. Clear? If b is equal to 0,
ബിയുടെ വില 0 എന്ന് വിചാരിക്കുക. അതായത് ഇത് 0 ഒരു റിയൽ നമ്പർ ആണല്ലോ, 0 എന്ന് വിചാരിക്കുക. അപ്പോൾ i × 0 0. അപ്പോൾ ഈ ടേം തന്നെ പോയി. അപ്പോൾ z = a. a is a real number. ക്ലിയർ? ഇത് കോംപ്ലക്സ് നമ്പർ ആണ്, is a real number. ഇനി if a is equal to 0 and b is equal to 0, രണ്ടുപേരും 0 ആണ്. അപ്പോൾ z is equal to 0 plus i0 ഇങ്ങനെ എഴുതാൻ പറ്റണം. z is 0 plus i0 and it is called zero complex number. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് zero complex number. Clear? Remember, a complex number is a sum of real number and an imaginary number. ഈ റിയൽ നമ്പർ ഇമാജിനറി തമ്മിലിൻ്റെ തുകയാണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. The number a plus ib is called the complex number where a, b, belongs to real number. A complex number is denoted by the single letter z, w, etc. w നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല. If z is equal to x plus iy, then x and y are real. And then real z x and imaginary z y. ഇവിടെ x ഉം y ഒരു സംഖ്യയായിരിക്കും. നമ്മൾ എക്സിന് എന്ത് വിളിക്കും? റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ. ഈ വൈനെ എന്ത് വിളിക്കും? ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ. ദ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ സി. എല്ലാ കോംപ്ലക്സ് നമ്പറും നമ്മൾ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എ പ്ലസ് ഐ ബി വേർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. എല്ലാ നമ്പറും പെടും. ഇപ്പോൾ 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 + 0i. 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 0i. 0i 0 ആണ്. അതുപോലെ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 + 1i. അപ്പോൾ എല്ലാ നമ്പറിനെയും നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. പിന്നെ രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് ഈക്വൽ ആവണമെന്ന് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ആൽജിബ്രിക് ഫോംസ് ഒക്കെ നോക്കാനുണ്ട്. സോ അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട്. ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നമുക്കറിയാം, ഇത് പെയ്ഡ് ചാനലാണെങ്കിൽ പോലും നമ്മൾ എല്ലാ ക്ലാസ്സുകളും ലൈവ് ചെയ്തതിന് ശേഷമാണ് അത് പ്രൈവറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ പറ്റില്ല. സോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എപ്പോഴാണ് ലൈവ് എന്നുള്ളത് ഒരു 2-3 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.